കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗത്തിനും എഐസിസി സമ്മേളനത്തിനും ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. ഡിസിസി അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിലക്കുൾപ്പെടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പ്രവർത്തക സമിതി അംഗം മുകുൾ വാസ്നിക്കിന് സമർപ്പിച്ചിരുന്നു. സിബി ജോസഫ് അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, വിശാല പ്രവർത്തക സമിതി യോഗവും അതുപോലെ തന്നെ എഐസിസി സമ്മേളനത്തിനുമാണ് ഇന്ന് അഹമ്മദാബാദിൽ തുടക്കമാകുന്നത്. ആര്യ, തീർച്ചയായും വിശാലമായ പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ അഹമ്മദാബാദിലെ ഈ ഒരു CWC മീറ്റിംഗിന് തുടക്കമാവുക. ഞാനിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകത്തിനടുത്തുള്ള ഈ CWC മീറ്റിംഗ് വേദിയിലാണ്. എന്നാലും നേതാക്കന്മാർ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 11:30 ഈ ഒരു വിശാലമായ പ്രവർത്തക സമിതി യോഗം ചേരുക. ഇതിൽ പ്രവർത്തക സമിതി അംഗങ്ങളും അതുകൂടാതെ PCC അധ്യക്ഷന്മാർ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാക്കളടക്കം ഒരു 169 പേരാണ് ഈ ഒരു വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ പ്രധാനമായും വരിക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നാടായ ഗുജറാത്തിൽ 30 വർഷമായി കോൺഗ്രസ് അധികാരത്തിലില്ല. വളരെ വലിയ ദുർബലമായ അവസ്ഥയാണ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിൽ നിന്നും കോൺഗ്രസിനെ ശാക്തീകരിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മുകുൾ വാസ്നിക്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ മുകുൾ വാസ്നിക്കിന്റെ റിപ്പോർട്ടിൽ DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരങ്ങൾ കൈമാറുക, അതോടൊപ്പം തന്നെ DCC അധ്യക്ഷന്മാരെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കുന്നതടക്കമുള്ള കൂടുതലും പാർട്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ അടിത്തട്ടിൽ ശക്തി കേന്ദ്രീകരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി മുൻപിൽ കണ്ടുകൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയത്. ആ റിപ്പോർട്ട് പ്രകാരമെല്ലാം തന്നെയും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയും നിരവധി DCC അധ്യക്ഷന്മാരുടെ പ്രമേയങ്ങളടക്കമെല്ലാം തന്നെയും ചർച്ച ചെയ്യുകയും ചെയ്യും. എന്തായാലും കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോഴും DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ ഏകദേശം 10ഓളം DCC അധ്യക്ഷന്മാർ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കുന്നവരല്ല എന്നുള്ള റിപ്പോർട്ട് ദീപദാസ് മുൻഷി അടക്കമില്ലെന്നതിനെയും നൽകിയിരുന്നു. അതുകൂടാതെ കേരളത്തിലെ പ്രത്യേകിച്ച് നേതൃമാറ്റം അടക്കമില്ലെന്നതിനെയും ആവശ്യപ്പെടുന്ന ഘട്ടമുണ്ട്. സംഘടനാ തലത്തിൽ വലിയ അഴിച്ചുവിടി വേണമെന്ന് ഒരു വിഭാഗം ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ എല്ലാം തന്നെയും വളരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം എല്ലാം തന്നെയും കേരളത്തിലും നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് കേരളം, മറ്റൊന്ന് ബീഹാർ, കൂടാതെ ഞാനിപ്പോൾ നിൽക്കുന്ന ഗുജറാത്തിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഇതെല്ലാം തന്നെയും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള മുന്നൊരുക്കങ്ങളും, അതുകൂടാതെ കഴിഞ്ഞ മാസമാണ് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ ഗുജറാത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പോലും BJPയുമായി സന്ധി കൂടുന്ന ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. അതേറെ വിവാദമാകുകയും ചർച്ചയാകുകയും ചെയ്തിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഏറ്റവും ദുർബലമായ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും, എങ്ങനെ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങാൻ കഴിയും അടക്കമുള്ള നിരവധി കാര്യങ്ങളായിരിക്കും ഇന്നിപ്പോൾ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമെടുക്കുക. ഇന്ന് വൈകിട്ടോടെ പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞ ശേഷം തൊട്ടടുത്തുള്ള മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ ഒരു പ്രാർത്ഥനാ യോഗമുണ്ട്. നാളെ AICCയുടെ ഒരു വിപുലമായ സമ്മേളനം, ഏകദേശം 1700ഓളം പേര് പങ്കെടുക്കുന്ന സമ്മേളനം സബർമതി തീരത്ത് നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിപുലമായ 64 വർഷത്തിന് ശേഷമാണ് ഗുജറാത്ത് ഒരു AICC സമ്മേളനത്തിനും ഒരു പ്രവർത്തക സമിതി യോഗത്തിനും സാക്ഷിയാകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും മണ്ണിൽ നിന്ന് തന്നെ ഒരു ശക്തീകരണം തുടങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് ഈ യോഗം വിളിച്ചു ചേർക്കുന്നത്. ഇതിൽ DCC അധ്യക്ഷന്മാർക്കുള്ള കൂടുതൽ അധികാരം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഏതൊക്കെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും, അതിനെല്ലാം തന്നെയും നിർണായകമായ തീരുമാനം ഉണ്ടാകും എന്നെല്ലാം തന്നെയും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സമകാലികമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഈ യോഗം ഏറെ നിർണായകം തന്നെയാണ്. ആര്യ, ശരി. അഹമ്മദാബാദിൽ നിന്ന് സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.